ശുശ്രൂഷകളെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിൽ പ്രിയരേ, വീണ്ടും നല്ലവനായ ദൈവം നമുക്ക് ഒരു പ്രഭാതം കൂടി നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ അനേകം പേർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഇതാ നല്ലവനായ ദൈവം നമ്മെ അധികമായി സ്നേഹിക്കുന്നതിൻ്റെ വലിയ തെളിവാണ്. നമുക്ക് ഓരോരുത്തർക്കും വീണ്ടും കർത്താവിനെ ആരാധിക്കുവാനായിട്ട് സാധിക്കുന്ന ഈ നിമിഷം നല്ലവനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അവിടുത്തെ സ്നേഹത്തെ നമുക്ക് ഓർക്കണം. ആ സ്നേഹത്തിന് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്ക് ശുശ്രൂഷ ഇവിടെ ആരംഭിക്കാം. പരിശുദ്ധ അമ്മയുടെ ഒരു സ്തുതിഗീതം നാലുപേരെ ആരംഭിച്ചുകൊണ്ട് ശുശ്രൂഷയ്ക്കായിട്ട് പ്രാർത്ഥിച്ചെടുക്കാം. കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അതോരോ പ്രഭാതത്തിലും പുതിയതാണ്. മലകൾ മാറി അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടു പോകാം, എന്നാൽ അവന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മൾ പറയുന്നത്. അതിരുകളില്ലാതെ, വ്യവസ്ഥയില്ലാതെ, ഒരിക്കലും പിൻവലിക്കാത്ത സ്നേഹം കൊണ്ട് നല്ലവനായ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ അസാധ്യമായി ഒന്നും തന്നെയില്ല. ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ വഴികളിൽ നമ്മൾ സഞ്ചരിക്കേണ്ടതായി വരുന്നുണ്ട്. അങ്ങനെയുള്ള നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കുക,
എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല. എത്ര വലിയ പ്രശ്നത്തിന് മുമ്പിലാണ് നീ നിൽക്കുന്നതെങ്കിലും അവിടെ നിന്റെ ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുക. Praise the Lord. Hallelujah. Hallelujah. സങ്കടം നിറഞ്ഞ ഒരവസ്ഥയായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ മുമ്പിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. എങ്ങോട്ടും കടന്നു പോകാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വിഷമമായിരിക്കാം നമ്മെ അട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട മകനെ, മകളെ, ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ആ നല്ലവനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അവൻ സർവശക്തനാണ്. അവനെ കൂടാതെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മളൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയങ്ങളാണ്. കൂടുതൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് ഒത്ത് ജീവിക്കാനും നമുക്ക് തീരുമാനമെടുക്കണം. മറ്റൊരു ശക്തിക്കോ വ്യക്തിക്കോ നമ്മെ സഹായിക്കാൻ സാധിക്കുകയില്ല. കുറെയൊക്കെ അവർക്ക് സഹായിക്കാം, എന്നാൽ കൂടുതലായും നമ്മെ സഹായിക്കുന്നത് നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തിന്റെ കൃപയില്ലാതെ നമുക്കൊന്നും തന്നെ ചെയ്യുവാൻ സാധിക്കുകയില്ല. ഈശോ നമ്മോട് പറയുകയാണ്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ആരെങ്കിലും നമ്മെ സഹായിക്കാൻ കടന്നു വരണമെങ്കിലും അത് ദൈവത്തിന്റെ ദൂതനുസരിച്ചാണ്. നമ്മൾ വിഷമിച്ചിരിക്കുന്ന അവസ്ഥ, സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥ, നമ്മുടെ രോഗങ്ങൾ എല്ലാം നമുക്ക് കർത്താവിനെ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലേക്കും വേദനകളിലേക്കും ഉത്കണ്ഠകളിലേക്കും നമുക്ക് ദൈവത്തെ വിളിക്കാം. നല്ലവനായ ഈശോയേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, എന്നെ സഹായിക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ. ആ നല്ലവനായ ദൈവത്തെ നമുക്ക് ഒരു നിമിഷം സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, 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 hallelujah. ലോകത്തിന്റെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ സാഹചര്യങ്ങളുടെ അനുഭവം ദുഃഖകരമായിട്ടുള്ള എല്ലാ അവസ്ഥകളെയും കർത്താവെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, പകർച്ചവ്യാധിയുടെ ആക്രമണം മൂലം വിഷമിക്കുന്ന അനേക മക്കൾ കർത്താവെ അവിടുത്തെ കരുണയുടെ കരം ഞങ്ങളുടെ മുന്നിൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അവിടുന്ന് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവിടുത്തെ കരുണ ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവമേ, അവിടുന്ന് ഓരോ മക്കളിലേക്കും അവിടുത്തെ കരുണ ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും കർത്താവെ അവിടുത്തെ കരുണ ഒഴുക്കണമേ, അങ്ങേ സ്നേഹത്താൽ പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിഷമിച്ചിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് തൊട്ടനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയുടെ കരം അവിടുന്ന് നീട്ടണമേ. കർത്താവെ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊന്നിനും കഴിവില്ല ഈശോയെ. ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ എല്ലാ അവസ്ഥകളിലേക്കും കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാ ശക്തിയാൽ ഓരോ മക്കളെയും നിറയ്ക്കണമേ. എല്ലാവരുടെയും ജീവിത എല്ലാ അവസ്ഥകളിലേക്കും കർത്താവെ ഞങ്ങളുടെ ആത്മാവിനെ നിമിഷം അയക്കണമേ. കർത്താവെ, പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് സർവശക്തനാണ്. കർത്താവെ, ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവമേ, നന്ദി പറയുന്നു. ഈശോയെ, ശിവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വേദനിച്ചെടുക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവിടുത്തെ തിരുരക്തം കൊണ്ട് ദൈവമേ ഓരോ മക്കളെയും രോഗങ്ങളെല്ലാം കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പകർച്ചവ്യാധികൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ലോകത്തിൻ്റെ അവസ്ഥയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. കർത്താവെ, യേശുവേ, അങ്ങേക്ക് മാത്രമേ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. കർത്താവെ, അവിടുന്ന് സർവശക്തരാണ്. കർത്താവെ, അവിടുന്ന് ആത്മാവിനെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ ദൈവമേ, അവിടുന്ന് ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശിവേ ആരാധിക്കുന്നു. ദൈവമേ, സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് പുസ്തകത്തിൽ ഇപ്രകാരം പറയപ്പെടുന്നുണ്ട്: എന്ന ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ്സ് നൽകും. ഇവിടെ ആ കർത്താവിനെ നമുക്കൊന്നുയർന്ന് ആരാധിക്കാം. ഈ ആരാധന ഗാനത്തിന്റെ ഈരടികൾ ഏറ്റുപാടിക്കൊണ്ട് ആ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ആരാധിക്കുമ്പോൾ വിടുതലുണ്ട്, ആരാധിക്കുമ്പോൾ സൗഖ്യമുണ്ട്. ആ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ആരാധന 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 തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ
സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ വിഷമിച്ചിരിക്കുന്നെങ്കിൽ, പ്രയാസപ്പെട്ടിരിക്കുന്നെങ്കിൽ, എന്റെ കാര്യം എങ്ങനെ നടക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, ദൈവമായ കർത്താവ് പറയുകയാണ്, എനിക്ക് അസാധ്യമായ ഒന്നും തന്നെയില്ല. നിന്റെ ജീവിതത്തിൽ നീ എന്നെ ക്ഷണിച്ചാൽ ഞാൻ കടന്നു വരാമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥയിലേക്ക് യേശുവിനെ നമുക്ക് വിളിക്കാം. യേശുവേ, അങ്ങ് കടന്നു വരണമേ. എൻ്റെ പ്രയാസ അവസ്ഥയിലേക്ക്, എൻ്റെ വിഷമഘട്ടത്തിലേക്ക് കർത്താവേ നീ കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കട്ടെ. സിംഹക്കുടിയിൽ കിടന്ന ദാനിയേലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. അവൻ സർവശക്തനാണ്. അവൻ അസാധ്യമായി ഒന്നും തന്നെയില്ല. അവൻ പട്ടിണി കിടന്ന് മരിക്കുവാൻ അനുവദിക്കുന്ന ദൈവമല്ല. കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ ആരാധിച്ചു നമുക്ക് പാടാം. ആരാധന, 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 ആരാധന. Oh
മരുന്നുകൾ കഴിച്ചിട്ടും പല ചികിത്സകൾ നടത്തിയിട്ടും ഒരു മാറ്റം കാണാത്ത ഒരു രോഗിയാണ് നിങ്ങളെങ്കിൽ കർത്താവിനെ ആരാധിക്കട്ടെ. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ കർത്താവിനെ ആരാധിക്കട്ടെ. കർത്താവിനെ ആരാധിക്കുമ്പോൾ നിന്റെ ഭക്ഷ്യവും പാനീയവും അവിടുന്ന് ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം അത് ഫലം ചൂടാതെ തിരിച്ചു വരികയില്ല. ആ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അവൻ സർവശക്തനായ ദൈവമാണ്. അവൻ അസാധ്യമായി യാതൊന്നുമില്ല. ആ ദൈവത്തെ നമുക്ക് ഒരു ഗാനം പാടി ആരാധിക്കാം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ലില്ല സാധ്യമൊന്നുമില്ല. 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 അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ
നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുക. ആ ദൈവം നമ്മുടെ ഓരോരുത്തരുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. മനുഷ്യരുടെ സ്നേഹം മാറിപ്പോകാം, എന്നാൽ ദൈവത്തിന്റെ സ്നേഹം അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. അത് മാറാത്ത സ്നേഹമാണ്, മങ്ങലേൽക്കാത്ത സ്നേഹമാണ്. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് ആ ദൈവത്തെ നമുക്ക് ക്ഷണിക്കാം. എന്റെ ദൈവമേ, എന്റെ കാര്യത്തിൽ അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല സാധ്യമൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല സാധ്യമൊന്നുമില്ല. അഖിലത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല അസാധ്യമൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല അസാധ്യമൊന്നുമില്ല. അഖിലത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല സാധ്യമൊന്നുമില്ല. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇല്ല സാധ്യമൊന്നുമില്ല. അഖിലത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. Hallelujah.
ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും സൗഖ്യവും ഒഴുകി വരട്ടെയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.